കൃഷ്ണ ഗുരുവായൂരപ്പ പൂർണ്ണത്രൈശ. സംപൂജ്യരായ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. ഞാൻ ഈ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് 17ാമത്തെ വർഷമാണ് ഞാനിവിടെ വരുന്നത് എന്ന്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് വരാനുള്ള ഒരു പുണ്യം, അത് ഭാരതമാതാവിനോടും ഋഷീശ്വരന്മാരോടും ജഗതീശ്വരനോടും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രണമിച്ചുകൊണ്ട് നമസ്കാരം പറയുന്ന ഒരു ചിന്ത മനസ്സിൽ നിറയുന്നു. പരിമിതമായ സമയമേ ഇവിടെ ഉള്ളൂ. 1.25 മണിക്കൂറാണ് എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ 5 മണി കഴിഞ്ഞ് 17.5 മിനിറ്റ് ആയിട്ടുണ്ട്. കഷ്ടിച്ച 1.25 മണിക്കൂർ കുറച്ചുകൂടി അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, വേറെ പ്രഭാഷണം ഇല്ലാത്തത് കൊണ്ട് എന്നറിയിച്ചു. മനസ്സിൽ ഇച്ഛാശക്തിയും തലച്ചോറിൽ ജ്ഞാനശക്തിയും ശരീരാവയവങ്ങളിൽ ക്രിയാശക്തിയും ഉണ്ടാക്കലാണ് എല്ലാ കർമ്മത്തിൻ്റെയും ലക്ഷ്യം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, സ്വരൂപിണ്യൈ നമഃ എന്ന് ലളിതാ സഹസ്രനാമത്തിലുള്ളത് ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. നമുക്കൊരു ലക്ഷ്യമുണ്ട് ജീവിതത്തിൽ. സ്വർഗത്തിലേക്ക് പോകലല്ല ലക്ഷ്യം. നമ്മുടെ ജീവിതം യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ഫുൾ ആക്കലാണ് ജീവിത ലക്ഷ്യം. പ്രയോജനപ്രദമായൊരു ജീവിതം, ലക്ഷ്യബോധമുള്ളൊരു ജീവിതം, ഫലപ്രദമായൊരു ജീവിതം, അർത്ഥവത്തായൊരു ജീവിതം. യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ഫുൾ ലൈഫ്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തത് ഭഗവത്ഗീതയിലെ ചില ശ്ലോകങ്ങളാണ്. ഇന്ന് ഞാൻ കുറേ കൂടി വ്യത്യസ്തമായിട്ട് ഇതുമാതിരിയുള്ള ഒരു സദസ്സിൽ പഠിച്ച്, പഠിപ്പിച്ച്, പ്രചരിപ്പിച്ച്, പ്രവർത്തിച്ച് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ക്ലാസ്സാണ്. പഠിച്ച്, പഠിപ്പിച്ച്, പ്രചരിപ്പിച്ച്, പ്രവർത്തിച്ച് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളൊരു ക്ലാസ്സാണ്. അതിൽ 2-3 വാക്കുകൾ മാത്രം എടുത്തിട്ടാണ് ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുക. 96 പോയിൻ്റുകളാണ് ഇതിനകത്തുള്ളത്. ടോട്ടലി 100 പോയിൻ്റുകൾ. അതെല്ലാം എടുക്കാൻ എന്നെ ഈ വലിയ ക്ലോക്ക് അനുവദിക്കില്ല. എത്ര പറ്റുമോ അത്രയും ദീർഘമായിട്ടുള്ളൊരു വിവരണത്തിൻ്റെ ആവശ്യം എൻ്റെ മുമ്പിലുള്ളവർക്കില്ല. ഇത് പഠിച്ചവരാ നിങ്ങൾ, അറിയാവുന്നവരാ നിങ്ങൾ. ഈ ഷീറ്റ് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഗോപാലകൃഷ്ണൻ നെഞ്ചത്ത് കൈവച്ച് അഭ്യർത്ഥിക്കുന്നു, ഇത് നിങ്ങൾ പഠിക്കണം, ഇത് നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം, ഇത് പ്രചരിപ്പിക്കണം. ഹിന്ദു ധർമ്മത്തിൻ്റെ വേദോപനിഷത്തുക്കളിൽ പറയുന്നത്, സനാതനധർമ്മത്തിൻ്റെ വേദോപനിഷത്തുക്കളിൽ പറയുന്നത് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലുണ്ട്. ഇതിഹാസങ്ങളിൽ പറയുന്ന കർമ്മയോഗം, കർമ്മം, അത് ഭഗവത്ഗീതയുടെ 3-ാം അധ്യായത്തിലുണ്ട്. പുരാണങ്ങളിൽ പറയുന്ന ഭക്തി ഭഗവത്ഗീതയുടെ 12-ാം അധ്യായത്തിലുണ്ട്. 2, 3, 12 അധ്യായങ്ങളാണ്. ഈ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ, ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി നമുക്ക് തന്നതിൽ പുരാണങ്ങളിലെ 12-ലും ഇതിഹാസങ്ങളിലെ 3-ലും അതുപോലെ വേദോപനിഷത്തുക്കളിലെ 2-ലുമുണ്ട്. ഞാൻ 2, 3, 12 അല്ല എടുത്തിരിക്കുന്നത്. 700 ശ്ലോകമുള്ള ഭഗവത്ഗീതയുടെ
പ്രധാനപ്പെട്ട സന്ദേശം കർമ്മനിരതരാവാൻ, കർമ്മയോഗികളാവാനുള്ള സന്ദേശം. മഹാവിഷ്ണുവിൻ്റെ 11 അവതാരങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. കഴിഞ്ഞ വർഷം മത്സ്യ കൂർമ്മ വരാഹശ്ച നരസിംഹോദ വാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ കൽക്കി സോഷ്യൽ മീഡിയ ഇതി ഏകാദശ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സോഷ്യൽ മീഡിയ ഇതി ഏകാദശ. ആ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഉപയോഗിക്കാൻ ചങ്കൂറ്റം കാണിച്ചതാണ് കേരളത്തിൽ കഴിഞ്ഞ 3 മാസമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ഉയരണം, വളരണം, ഉണരണം. 3 വിഭാഗത്തിൽ നിന്ന് ഈ ധർമ്മത്തിനെതിരെ ആക്രമണമുണ്ടാകുമ്പോൾ ചങ്കൂറ്റമുള്ള ഒരു ഹിന്ദു സമൂഹം ഭൂമിയിലെ ജീവിതം ധർമാധിഷ്ഠിതമാക്കാൻ, മരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് പോവാനല്ല, ഭൂമിയിലെ ജീവിതം ധർമാധിഷ്ഠിതമാക്കാനുള്ള ഒരു യജ്ഞം എൻ്റെ മുമ്പിലുള്ളവർ ചെയ്യണം. നിങ്ങൾക്ക് എത്ര വയസ്സായി? നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? നിങ്ങൾ ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ, ഈശ്വര വിശ്വാസിയോ നിരീശ്വരവാദിയോ യുക്തിവാദിയോ, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ധർമ്മത്തിൻ്റെ മഹത്വം, അത് പൂർവകാല വൈഭവമായിട്ടുള്ളതെടുത്ത് വർത്തമാനകാലത്തിൽ പ്രയോഗിച്ച് ധന്യമായൊരു ഭാവി കാലം, ധന്യമായൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതിനുള്ള ഇച്ഛാശക്തി മനസ്സിലുണ്ടാവണം. ആവശ്യമായ ജ്ഞാനശക്തി തലച്ചോറിലുണ്ടാവണം. 24 മണിക്കൂറുമില്ലെങ്കിലും 18 മണിക്കൂറെങ്കിലും പ്രവർത്തിക്കാനുള്ള ക്രിയാശക്തി ഉണ്ടാവണം. ഇതിനകത്ത് 50-55 വയസ്സ് കഴിഞ്ഞവരോട് ഒരഭ്യർത്ഥന കൂടി. 50-55 വയസ്സ് കഴിഞ്ഞവരോട് മക്കളുടെ വിവാഹം കഴിഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് അവരെ അയച്ച് അങ്ങനെ ജീവിക്കുന്നവരോട് ഇനിയുള്ള കാലം നിങ്ങളുടെ ഊർജം, സമയം, സമ്പത്ത്, എനർജി, ടൈം ആൻഡ് വെൽത്ത് 1/3 നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, 1/3 നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക, ലാസ്റ്റ് 1/3 ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുക, ധർമ്മത്തിന് വേണ്ടിയും. 1/3 ഫോർ യുവർ സെൽഫ്, 1/3 ഫോർ യുവർ ഫാമിലി, റെസ്റ്റ് 1/3 ഫോർ ദി സനാതന ധർമ്മ ആൻഡ് അവർ കൾച്ചർ ആൻഡ് അവർ നേഷൻ. ഇത് നിങ്ങൾക്ക് സാധിക്കും. ആദ്യം സമൂഹത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുക, പിന്നെ സമൂഹം നിങ്ങളെ തേടി വരും. ഇനിയുള്ള ജീവിതം അവനവന് വേണ്ടി മാത്രമായിട്ട് ഒതുക്കരുത്. യഹ പരേഷാമുപകാരായ ജീവതി സ ഏവ ജീവതി. ഒരു പക്ഷേ ഈ കോച്ചി വലിക്കുന്ന തണുപ്പത്ത്, ഗജ എന്ന കൊടുങ്കാറ്റില് പെയ്ത ശക്തമായ മഴയില്, ആ തണുപ്പും മഴയും കൊണ്ട് ശബരിമലയിലെ അനുഷ്ഠാനം സംരക്ഷിക്കാൻ പ്രതിജ്ഞയെടുത്ത യുവാക്കൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹിന്ദു എന്ന് തല ഉയർത്തി നിന്ന് പറയാൻ നമ്മളിൽ പലർക്കും പറ്റുമായിരുന്നില്ല. ഇന്ന് ഹിന്ദുവാണ് ഞാൻ എന്ന് ചങ്കൂറ്റത്തോടു കൂടി പറയാൻ സാധിച്ചത്. ധാർഷ്ട്യത്തോടു കൂടി പെരുമാറുന്നവരെ ഇന്ന് രാവിലെ 4 മണിക്ക് ഉൾപ്പെടെ സംഭവിച്ചത്
11:30 മണി വരെ ഇന്ന് സംഭവിച്ചത്. അത് നിങ്ങളുടെ മൊബൈലിലുണ്ട്, കാണണം. ഹൈന്ദവ ജനതയുടെ ഉറച്ചുള്ള പ്രവൃത്തി. അതിൽ മാറി നിന്ന് അവരത് ചെയ്യട്ടെ, ഞാൻ നോക്കി നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കരുത്, പ്രവർത്തിക്കണം. അതിന് ഭഗവത്ഗീതയുടെ കുറേ വരികൾ വളരെ സ്പീഡിലായിരിക്കും ഞാൻ പറയുക. 3 പേര് കോട്ടുവായ വിട്ടാൽ സ്പീഡ് കുറയ്ക്കും, 2 പേര് വാച്ച് നോക്കിയാലും സ്പീഡ് കുറയ്ക്കും. എന്താ സ്പീഡിൽ പറയാൻ കാരണം? ഇതിലെ പലതും നിങ്ങൾ കേട്ടതാണ്. ഭൂമാനന്ദ സ്വാമി എന്ന അവതാര സ്വാമിയുടെ സന്ദേശങ്ങൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്നതും പറയുന്നതും അത് നിങ്ങൾ ഉൾക്കൊണ്ടവരാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള നോട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ കയ്യിൽ നോട്ട് തരാതെ ഞാൻ ക്ലാസ് എടുത്താൽ നിങ്ങളുടെ തലയിൽ നിൽക്കില്ല. നിങ്ങളുടെ കയ്യിൽ നോട്ടുണ്ട്. ഇതൊരു ചൂണ്ടുപലക മാത്രമാണ് ഈ ക്ലാസ്. കിട്ടാത്തവർ കൈ ഉയർത്തണം. അത് ആ നോട്ട് വെച്ച് വേണം ക്ലാസ് എടുക്കാൻ, ആ നോട്ട് വെച്ച് വേണം ശ്രദ്ധിക്കാൻ. അതെല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം. എന്തിനാ 1 രൂപ 15 പൈസയുള്ള നോട്ട് വെറുതെ ചെലവാക്കുന്നത്? നിൽക്കും ഭാര്യയ്ക്കും ഒരെണ്ണം മതി എന്ന് പറഞ്ഞ് വെക്കല്ലേ. അവരവരുടേത് നോക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളത് നോക്കാം. ഇനി വിഷയത്തിലേക്ക് കിടക്കാണ്. ദീർഘമായിട്ടുള്ള ഇൻട്രൊഡക്ഷന് മറ്റൊന്നുമില്ല. ഒന്നാമത്തെ പോയിന്റ്, ഗതാസൂന ഗതാസുംശ്ച ന അനുശോചന്തി പണ്ഡിത. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും കഴിയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും പരിധിക്കപ്പുറം പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല. ഫ്യൂച്ചർ വിൽ ബിക്കം പ്രസന്റ്, പ്രസന്റ് വിൽ ബിക്കം പാസ്റ്റ്. ഇത് കാലത്തിൻ്റെ നിയമമാണ്. കാലം പുറകോട്ട് പോകുമ്പോൾ നമ്മൾ മുമ്പോട്ട് പോകും. എന്ത് സംഭവിച്ചാലും ചങ്കൂറ്റത്തോടുകൂടി അഭിമുഖീകരിക്കാൻ പഠിക്കുക. ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. മരണം എന്നുള്ളത് ഉറപ്പാണ്. അതിൽ നിന്ന് മാറാൻ ആർക്കും സാധ്യമല്ല. ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഹോ ധ്രുവം ജന്മമൃതസ്യ ച. മരണം എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ഉണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ആഗമാ പായിനോ അനിത്യ താം തിദിക്ഷസ്വ ഭാരത. പലതും വരും അർജുന, ചങ്കൂറ്റത്തോടുകൂടി അവയെ അഭിമുഖീകരിക്കുക. നിങ്ങൾ ചെയ്യണമത്. ഗോപാലകൃഷ്ണൻ ചെയ്തതാ, ഞാൻ ചെയ്യാത്തത് നിങ്ങളോട് ചെയ്യാൻ പറയില്ല. നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളതും പ്രവർത്തിക്കാൻ പറയില്ല. ആഗമാ പായിനോ അനിത്യ. പലതും വരും, അതൊന്നും പെർമനന്റ് അല്ല. അതൊക്കെ വന്നതുപോലെ പോകും. അതിനെക്കുറിച്ച് പരിധിക്കപ്പുറം ടെൻഷൻ എടുത്ത് ജീവിതം വ്യർത്ഥമാക്കരുത്. നത്തിങ് ഈസ് പെർമനന്റ് ഇൻ ദിസ് വേൾഡ്. സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്. ലോകത്തിൽ ഒരാൾക്കും പെർമനന്റ് ആയിട്ട് സുഖമോ ഒരാൾക്കും പെർമനന്റ് ആയിട്ടുള്ള ദുഃഖമോ ഇല്ല. സത്യസായി ബാബ പറയുന്നത് പോലെ ഹാപ്പിനെസ് ഈസ് ദ ഇന്റർവെൽ ബിറ്റ്വീൻ 2 സോറോസ്. 2 ദുഃഖങ്ങൾക്കിടയ്ക്കുള്ള ഇന്റർവെല്ലാണ് സന്തോഷം. സ്ഥിരമായിട്ട് ആർക്കും സന്തോഷം ലോകത്തിൽ പ്രകൃതി കൊടുത്തിട്ടില്ല, സ്ഥിരമായിട്ട് ദുഃഖവും കൊടുത്തിട്ടില്ല. ജീവിതത്തെ സുഖകരവും ദുഃഖകരവുമാക്കുന്നത് നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഹോ ധ്രുവം ജന്മമൃതസ്യ ച. ജനിച്ചാൽ മരണമുണ്ട്,
കർമ്മബലം അനുഭവിച്ചു തീർക്കാൻ, മരിച്ചാൽ ആ ആത്മാവ് അടുത്തൊരു ശരീരം സ്വീകരിക്കുമെന്ന് അൾട്രാ മോഡേൺ സയൻസ് അടിവരയിട്ട് പറയുന്നു. ബ്രയൻ എൽ വൈസിന്റെ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ്, മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ്, സെയിം സോൾ മെനി ബോഡീസ്. 3 പുസ്തകം, വേറെ പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഒരു എത്തീസ്റ്റ് ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റ് ആണ്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി. ഇപ്പം അദ്ദേഹം മിയാമി യൂണിവേഴ്സിറ്റിയിലാണ്. അതുകൊണ്ട് ജനിച്ചാൽ മരണമുണ്ട്, അതെല്ലാവർക്കും അറിയാം. മരിച്ചാൽ കർമ്മബലം അനുസരിച്ച് പുനർജന്മവുമുണ്ട് എന്ന് സയൻസും ശ്രീകൃഷ്ണൻ 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പും പറഞ്ഞിട്ടുണ്ട്. സ്വധർമ്മം അഭിജാവേക്ഷ്യ ന വികമ്പിതുമർഹതി ധർമാധിയുദ്ധാത് ശ്രേയോന്യക്ഷത്രിയസ്യ ന വിദ്യതേ. അവനവന്റെ ധർമ്മം അനുഷ്ഠിക്കുക. അമ്മയ്ക്ക് അമ്മയുടെ ധർമ്മമുണ്ട്, അച്ഛന് അച്ഛന്റെ ധർമ്മം, മകന് മകന്റെ ധർമ്മം പഠിപ്പിക്കുക. മാതാപിതാക്കള് മകൾക്ക് മകളുടെ ധർമ്മം പഠിപ്പിക്കുക. നമ്മളുടെ ഉത്തരവാദിത്വം അവനവന്റെ ധർമ്മം എന്തോ അത് ചെയ്യുക. വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം, 4 ധർമ്മമാണുള്ളത്. വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം. ആ ധർമ്മം അനുഷ്ഠിക്കുക. സംഭാവിതസ്യ ചാ കീർത്തി മരണാത് അതിരിച്യതേ. ധർമ്മബോധമുള്ളൊരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ വിമർശനം മരണത്തേക്കാൾ ഭയാനകമാണ്. അതുകൊണ്ട് ധർമ്മബോധമുള്ളവര് സത്യം, ധർമ്മം, നീതി, ന്യായം, സത്യം, ധർമ്മം, നീതി, ന്യായം, ഇത് വിട്ട് നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഭാഗവതം കേട്ടതുകൊണ്ട് പുണ്യമാവില്ല. ഭാഗവതം കേട്ട്, ഭഗവത്ഗീത കേട്ട് നമ്മൾ തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കുള്ള ഒരു പ്രയാണമാണ്. കേൾക്കുക, കാണുക, ചർച്ച ചെയ്യുക, ചിന്തിക്കുക. ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ധാർഷ്ട്യമുള്ളവർക്ക് എവിടെ ആൽമരം മുളച്ചാലും അതൊരു തണല. അതുപോലെ ആവരുത്. അതുകൊണ്ട് ധർമ്മബോധമുള്ളവരാവുക, മറ്റുള്ളവരെ ധർമ്മബോധമുള്ളവരാക്കുക. അത് നമ്മുടെ ദൗത്യമാണ്. പഠിച്ച്, പഠിപ്പിച്ച്, പ്രചരിപ്പിച്ച്, പ്രവർത്തിച്ച്, പ്രതികരിക്കുക. നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം നുക്യം. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, അറിയാതെ ചെയ്താൽ പ്രായശ്ചിത്തമുണ്ട്, അറിഞ്ഞത് ആവർത്തിച്ചാൽ പ്രായശ്ചിത്തമില്ല. മറ്റുള്ളവന്റെ മുമ്പിൽ നിങ്ങൾ തെറ്റുകാരനാവരുത്, കുറ്റക്കാരനാവരുത്. എത്ര വീരനാണെങ്കിലും ധീരനാണെങ്കിലും തുടർച്ചയായിട്ട് തെറ്റ് ചെയ്താൽ സമൂഹം നമ്മളെ വെറുക്കും, എതിർക്കും, പുച്ഛിക്കും, അവഹേളിക്കും, കളിയാക്കും. അതിന് നമ്മൾ പാത്രീഭൂതരാവരുത്. അതുകൊണ്ട് ഹതോവാ പ്രാപ്സ്യതി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യതേ മഹീം. ഏത് കർമ്മത്തിനിറങ്ങുമ്പോഴും ചിലപ്പോൾ വിജയിച്ചു എന്ന് വരും, ചിലപ്പോൾ പരാജയപ്പെട്ടു എന്ന് വരും. നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യം, നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം എല്ലാം വിജയിച്ചു എന്ന് വരില്ല. ഒരിക്കലും എല്ലാം പരാജയപ്പെട്ടു എന്നും വരില്ല. വിജയിച്ചാൽ ആ വിജയിച്ചതിൻ്റെ ഫലം ആസ്വദിക്കുക. പരാജയപ്പെട്ടാൽ ഞാൻ ചെയ്യേണ്ട കർത്തവ്യം ചെയ്തു എന്ന് അഭിമാനിക്കുക. വിജയിച്ചാൽ ആസ്വദിക്കുക, പരാജയപ്പെട്ടാൽ ആ കർമ്മം ചെയ്തു എന്ന് അഭിമാനിക്കുക.
വിജയവും പരാജയവും ഭയന്ന് പ്രവർത്തിക്കാതിരിക്കരുത്. അല്ലെങ്കിൽ വിജയം പ്രതീക്ഷിച്ചിറങ്ങി പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് തളരരുത്. മുമ്പോട്ട് പോവുക. സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭൗ ജയാ ജയൗ. ഈ ജീവിതത്തിൽ സുഖവും ദുഃഖവുമുണ്ട്. ഉയർച്ചയുണ്ടെങ്കിൽ താഴ്ചയുണ്ട്. കിഴക്കുണ്ടെങ്കിൽ പടിഞ്ഞാറുണ്ട്. ഉദയമുണ്ടെങ്കിൽ അസ്തമയമുണ്ട്. കാലാവസ്ഥ മാറുന്നത് പോലെ എല്ലാം കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. ഒരാൾക്കും സുഖം മാത്രമായിട്ടോ ദുഃഖം മാത്രമായിട്ടോ ഇല്ല. എല്ലാം സ്റ്റെബിലൈസ്ഡ് ആയിട്ടൊന്ന് ജീവിതത്തിൽ അനുഭവിച്ചു മുമ്പോട്ട് പോകാൻ പഠിക്കുക. ചിലപ്പോൾ ലാഭം കിട്ടിയെന്ന് വരും, ചിലപ്പോൾ നഷ്ടം സംഭവിച്ചു എന്ന് വരും. സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭൗ ജയാ ജയൗ. എത്ര സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഉപദേശമാണ് കൃഷ്ണൻ തരുന്നത്. യുദ്ധായ യുജ്യസ്വ. ഏറ്റെടുത്ത കർമ്മം അത് ചെയ്ത് തീർക്കാനായിട്ട് ചെയ്യുക. വരും വരായികകളെ കുറിച്ച് പരിധിക്കപ്പുറം ചിന്തിച്ചാൽ ചിലപ്പോൾ മുമ്പോട്ട് വെച്ച കാല് പുറകോട്ട് എടുക്കേണ്ടി വരും. തിങ്ക് അബൌട്ട് ദ വർക്ക്, സ്റ്റാർട്ട് ദ വർക്ക്, ഡു ദ വർക്ക്, കംപ്ലീറ്റ് ദ വർക്ക്, ഇവാലുവേറ്റ് ദ വർക്ക്. തിങ്കിങ്, സ്റ്റാർട്ടിങ്, ഡൂയിങ്, കംപ്ലീറ്റിംഗ്, ഇവാലുവേറ്റിംഗ്. 5 വാക്കുകള്. തിങ്കിങ്, സ്റ്റാർട്ടിങ്, ഡൂയിങ്, കംപ്ലീറ്റിംഗ്, ഇവാലുവേറ്റിംഗ്. അതിൽ ഗുണദോഷങ്ങളൊക്കെ ഉണ്ടാവും. യുദ്ധായ യുജ്യസ്വ. താൻ എന്തിനാടോ പ്രഭാഷണം കൊടുക്കുന്നത്? മാറ്റമുണ്ടായാൽ നല്ലത്. മാറ്റമുണ്ടായില്ലെങ്കിലും എൻ്റെ ധർമ്മം ഞാൻ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. ഞാൻ ഈ വരിയിടയ്ക്ക് പറയാൻ കാരണം, ഈ ക്യാമറ ഗോപാലകൃഷ്ണനല്ല വെക്കേണ്ടത്, ഇരിക്കുന്ന നിങ്ങൾക്കാ വെക്കേണ്ടത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഇരിപ്പ് അവിസ്മരണീയമാണ്. ഏതാണ്ട് ഒടിയൻ സിനിമ കാണാൻ ഇരിക്കുന്ന മാതിരി അടിപൊളി ഇരിപ്പാണ്. അത് കാണുമ്പോൾ മനസ്സിനകത്ത് ഓർമ്മിക്കാറുണ്ട്, ഈ ക്ലോക്കിൻ്റെ സൂചി ഒന്ന് നിന്നിരുന്നെങ്കിൽ, കറങ്ങാതിരുന്നെങ്കിൽ എന്ന്. കാരണം 96 പോയിന്റ് തീരണ്ടേ. ക്ലോക്കിന് അങ്ങനെ വിവേകം ഇല്ലല്ലോ. അതുകൊണ്ട് അടുത്ത വരി, സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. 12ാമത്തെ പോയിന്റ്. അല്പമെങ്കിലും ധർമ്മബോധം ജീവിതത്തിൽ ഉണ്ടാവണം. അല്പമെങ്കിലും ധർമ്മബോധം ഉണ്ടാവണം. അമ്മയ്ക്ക് അമ്മയുടെ ധർമ്മം, അച്ഛൻ അച്ഛൻ്റെ ധർമ്മബോധം, മക്കൾക്ക് മക്കളുടെ ധർമ്മബോധം, പൗരന് പൗരന്റെ ധർമ്മബോധം, അധ്യാപികാധ്യാപകർക്ക് അവരുടെ ധർമ്മബോധം, സ്വാമിമാർക്ക് അവരുടെ ധർമ്മബോധം. അതിനിടയ്ക്ക് കാറ് കത്തിക്കലും അതിൻ്റെ ഇൻഷുറൻസും അല്ല സ്വാമിമാരുടെ ധർമ്മബോധം. അതുകൊണ്ട് ഓർമ്മിക്കുക, അതാത് വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും ഇരിക്കുന്നവർക്ക് അവനവന്റെ ധർമ്മത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാവണം. സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ആ ധർമ്മബോധം ഉണ്ടെങ്കിലാണ് വളരെയധികം ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കുക. വ്യവസായാത്മിക ബുദ്ധി സമാധൗ നവിധീയതേ. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിനെ കറങ്ങി നടക്കാൻ അനുവദിക്കരുത്. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത് വരെ പെർഫെക്റ്റ് ആയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ആ പ്രോബ്ലത്തിൻ്റെ പ്ലസ്സുകളും മൈനസുകളും എഴുതി വയ്ക്കുക. ചെയ്തു തീർക്കാനുള്ള ജോലികൾ എഴുതി വയ്ക്കുക. ചെയ്ത് തീർത്തത് ടിക്ക് മാർക്ക് ചെയ്യുക. ഏതെങ്കിലും പ്രവൃത്തി ചെയ്യലല്ല ജീവിതത്തിലെ ടെൻഷൻ, പ്രവൃത്തി ചെയ്യണമെന്ന് ചിന്തിക്കലാ ടെൻഷൻ ഉണ്ടാക്കുന്നത്. വർക്കിംഗ് ഈസ് നോട്ട് ദ പ്രോബ്ലം, തിങ്കിങ് അബൌട്ട് ദ വർക്ക് ഈസ് ദ പ്രോബ്ലം. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്
ഓരോന്നും മനസ്സ് കിടന്ന് ചുറ്റിക്കറങ്ങാൻ അനുവദിക്കാതെ വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയതേ, സ്റ്റെബിലൈസ്ഡ് ആവില്ല. സ്റ്റെബിലൈസ്ഡ് ആക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, സാധിക്കണം. അത് 18 ദിവസം പരിശീലിക്കുക, അത് നിങ്ങളുടെ ശീലമാവും. 41 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, അത് സ്വതസിദ്ധമായ സ്വഭാവമായി തീരും. ശീലത്തെ സ്വഭാവമാക്കുക, 18 നിന്ന് 41 നീട്ടുക. തീർച്ചയായിട്ടും ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു കസേരയിലിരുന്ന് ഒന്ന് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. വലിയ ആത്മീയതയുടെ ആവശ്യമൊന്നും അതിനില്ല. കർമ്മണി ഏവ തേ അധികാരഃ. 10ാം ക്ലാസ്സിലെ പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട്. നല്ല രീതിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷേ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു എന്ന കാരണത്താൽ ജോലി എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയാൻ, അധികാരപ്പെട്ടതാണെന്ന് പറയാനില്ല. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക. ഏറ്റെടുത്ത കർമ്മം അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച കർമ്മം അത് ഭംഗിയായിട്ട് ചെയ്യാനാണ് നമുക്ക് അധികാരമുള്ളത്. മാ ഫലേഷു കദാചന, അതിൻ്റെ റിസൾട്ടിനും റിവാർഡിനും അധികാരമില്ല. നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ റിസൾട്ടും റിവാർഡും അധികാര സ്വരത്തിൽ വേണമെന്ന് പറയാൻ സാധിക്കില്ല. അവകാശമുണ്ട് എന്ന് പറയാം. സംഘം ത്യക്ത്വാ കുരു കർമാണി. അറ്റാച്ച്മെന്റ് വേണം. പലപ്പോഴും സ്വാമിമാര് പറയാറുണ്ട്, അറ്റാച്ച്മെന്റ് ഇല്ലാതെ പ്രവർത്തിക്കണം. തെറ്റായിട്ടുള്ള വാക്കാത്. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ബന്ധം, ബോണ്ടേജ് എന്ന് പറഞ്ഞാൽ ബന്ധനം. വേണ്ടത് അറ്റാച്ച്മെന്റ്, വേണ്ടാത്തത് ബോണ്ടേജ്. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര, ഇതിലില്ല, ഇതിൽ പിന്നീടേ വരുള്ളൂ. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ. അയം ലോകഃ കർമ്മബന്ധനഃ. ഹേ അർജുന, തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര. ബന്ധനമില്ലാതെ പ്രവർത്തിക്കുക. ബന്ധനമില്ലാതെ. ഭർത്താവിനും ഭാര്യയ്ക്കും ബന്ധം വേണം. മാതാപിതാക്കൾക്ക് മക്കളുമായിട്ട് ബന്ധം വേണം. ബന്ധനത്തിലേക്ക് കടക്കുമ്പോഴാ പ്രശ്നം ഉണ്ടാവുക. ഒരു ബാങ്കിലെ മാനേജർക്ക് കസ്റ്റമറുമായിട്ട് ബന്ധം വേണം. ബന്ധനം വരുമ്പോഴാ പ്രശ്നം. അതുകൊണ്ട് ഓർമ്മിക്കുക, സംഘം ത്യക്ത്വാ, 2 വാക്ക് നല്ല വാക്കുകളാണ്. കീപ് എവേ ദ ബോണ്ടേജ്, ബന്ധനം ഒഴിവാക്കി പ്രവർത്തിക്കുക. നല്ല രസാണ്. മനസ്സിൽ ടെൻഷൻ ഇല്ല, തലച്ചോറില് വേറെ രീതിയിലുള്ള പ്രശ്നമില്ല, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടില്ല. ബന്ധം വെക്കുക, ബന്ധനം ഒഴിവാക്കുക. യോഗ കർമ്മസു കൗശലം. സമഗ്രമായി മനസ്സിനെയും ശരീരത്തെയും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി തയ്യാറെടുപ്പിക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക. മനസ്സും ശരീരവും ബുദ്ധിയും വിവേകവും ചിന്തയും ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തി പ്രവർത്തിക്കുക. ഉറപ്പ് പറയുന്നു, തളരില്ല, വരളില്ല, തകരില്ല. അങ്ങനെ പോകണം. യോഗ കർമ്മസു കൗശലം. ഒരു യോഗിയെ പോലെ പ്രവർത്തിക്കുക. ഒരു യോഗിയെ പോലെ പ്രവർത്തിക്കുക. മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യതി. നമ്മുടെ ബുദ്ധിയെ ഏക അഗ്രമാക്കുക. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്. സെറ്റ് യുവർ ഗോൾ ആൻഡ് ഡിവോട്ട് യുവർ ലൈഫ് ഫോർ ദാറ്റ്. ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുക. ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുക. നിങ്ങൾ അവിടെ എത്തും. കുറവുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് ചേഞ്ച് വരുത്തി മുമ്പോട്ട് പോവുക.
കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ശരിയേത് തെറ്റേത് ഉറച്ചു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുക. അല്ലെങ്കിൽ മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യതി, കൺഫ്യൂഷൻ വന്നാൽ തലച്ചോറിന് എന്ത് തീരുമാനമെടുക്കണമെന്ന് തിരിച്ചറിയാതെ പോകും. അതുകൊണ്ട് സ്ഥിതപ്രജ്ഞ, സ്ഥിത സ്റ്റെബിലൈസ്ഡ് പ്രജ്ഞ, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, ഉറപ്പിച്ചൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം. നമ്മളെ ഭരിക്കുന്നവരെ പോലെ രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, വൈകുന്നേരം ഒന്ന്, രാത്രി ഒന്ന് ഉറപ്പിച്ച തീരുമാനമല്ല. അല്ലാത്ത തീരുമാനം, ചങ്കൂറ്റത്തോടു കൂടിയ തീരുമാനം. സ്ഥിതപ്രജ്ഞ, പ്രജ്ഞ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും പ്രകർഷേണ ഗ്ലോറിയസ് ആയിട്ടുള്ള ആള്. അതുകൊണ്ട് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തിങ്ക് അബൌട്ട് ഇറ്റ്, ദെൻ ടേക്ക് ദ ഡിസിഷൻ വിത്ത് എ സ്മൈലിംഗ് ഫേസ്. അത്ര ടെൻഷനൊന്നും ഈ ലോകത്തിൽ എടുക്കാനില്ല. എന്താ കാരണം? എൻ്റെ മുമ്പിലുള്ളവരെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഒന്നില്ലെങ്കിൽ ചത്തുപോകും, അല്ലെങ്കിൽ മരിച്ചു പോവും. അത് ഉറപ്പാ. ആരും പെർമനന്റ് ആയിട്ടൊന്നും ഇവിടെ ഇല്ല. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്കറിയാം, ഡേറ്റ് ഓഫ് ഡെത്ത് ഈശ്വരാനുഗ്രഹം കൊണ്ട് അറിഞ്ഞൂടാ. അതും കൂടി കയ്യിൽ എഴുതി തന്നാൽ ഈ ഹോൾ എത്ര ചെറുതാക്കിയാലും അതിലെ കസേരയിൽ ഇരിക്കാൻ ആൾക്കാരുണ്ടാവില്ല. ഡേറ്റ് ഓഫ് ഡെത്ത് കൂടി അങ്ങോട്ട് എഴുതി തന്നു എന്ന് വിചാരിക്കുക. അതാണ് പരീക്ഷത്തിന് പറ്റിയത്. ശമീക മഹർഷിയുടെ മകൻ ശൃംഗി 7-ാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കുമെന്ന് പറഞ്ഞപ്പോ ഡേറ്റ് ഓഫ് ഡെത്ത് എഴുതി കൊടുത്തു. ആ പരീക്ഷിത്ത് മഹാരാജാവ് തളർന്നുപോയി. അങ്ങനെ നമുക്ക് എഴുതി തരാത്തത് എന്തുകൊണ്ടറിയോ? കറക്റ്റ് ഡേറ്റ് അറിയാമെങ്കിൽ ആദ്യാനുരാഗത്തിന്റെ സാരി നിങ്ങൾ ഉടുക്കില്ല, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്നുള്ള ആഭരണവും ഇടില്ല, മറിച്ച് ഉപ്പും മുളകും എന്ന സീരിയലിൽ പോലെ ജീവിച്ചേനെ നിങ്ങൾ. അതുകൊണ്ട് ഓർമ്മിക്കുക, സ്ഥിതപ്രജ്ഞ, സ്റ്റെബിലൈസ്ഡ് ആവാൻ ശ്രമിക്കുക. സ്റ്റെബിലൈസ്ഡ് ആവാൻ സാധിക്കില്ല, അതിലേക്കുള്ളൊരു പ്രയാണം. അസതോമാ സദ്ഗമയ, ഫ്രം ബാഡ് ടു ഗുഡ്, ഗുഡ് ടു ബെറ്റർ, ബെറ്റർ നിയറർ ടു ദി ബെസ്റ്റ്. ബെസ്റ്റ് ആവാൻ സാധിക്കില്ല. അതാണ് സ്ഥിതപ്രജ്ഞൻ. ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്തത് ഭഗവത്ഗീതയിലെ 2ാമത്തെ ഉജ്ജ്വലമായ ശ്ലോകം, ദുഃഖേഷു അനുദ്വിഗ്നമന. ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളില് 1-ാമത്തേത് 6-ാം അധ്യായത്തിലെ 5-ാമത്തേത്, 2-ാമത്തെ ഇതില് 5 മെസ്സേജാ ഉള്ളത്. ഒറ്റ ആറ്റം ബോംബില് 5 മെസ്സേജ്. ദുഃഖേഷു അനുദ്വിഗ്നമന, ദുഃഖം വരുമ്പോ തളരാതിരിക്കുക. സുഖേഷു വിഗതസ്പൃഹ, സന്തോഷം വരുമ്പോ പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആവാതിരിക്കുക. രാഗം ഭയം ക്രോധം വീത, ബന്ധനം ഒഴിവാക്കുക, ഭയം ഒഴിവാക്കുക, വാശി ഒഴിവാക്കുക. 5 കാര്യങ്ങൾ. ദുഃഖം വരുമ്പോ പരിധിക്കപ്പുറം തളരാതിരിക്കുക. ദുഃഖിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, ദുഃഖിച്ചുകൊണ്ടേയിരിക്കാൻ സ്വാതന്ത്ര്യമില്ല. അതുപോലെ സന്തോഷിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സന്തോഷം പരിധിക്കപ്പുറം കണ്ടിന്യൂ ചെയ്യരുത്. ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ടാവണം. ദുഃഖത്തിന് ആരംഭമുണ്ടെങ്കിൽ ദുഃഖത്തിന് അവസാനമുണ്ടാവും. സന്തോഷത്തിനും സുഖത്തിനും ആരംഭമുണ്ടെങ്കിൽ അതിനും അവസാനം ഉണ്ടാവും. രാഗം ബന്ധനം ഒഴിവാക്കുക, ഭയം വേണ്ടതിനും വേണ്ടാത്തതിനും ഭയപ്പെടാതിരിക്കുക. അതുപോലെ വാശി ഒഴിവാക്കുക, ക്രോധം വാശി ഒഴിവാക്കുക. ആ ഭയം ഒഴിവാക്കിയതാണ് ആയിരക്കണക്കിന് ചെറുപ്പക്കാര് ശബരിമലയിൽ ചെന്ന് അറസ്റ്റ് വരിച്ച് നിലത്ത് പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നത്. ആ ഭയം ഒഴിവാക്കിയ ചങ്കൂറ്റമാണ്. എത്രയാ കേസ് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തത്, എന്നിട്ടും തളർന്നില്ല. ലോകത്തിൽ ഇത്രയും അധികം
നാമം ജപിച്ച് പ്രതിഷേധിച്ച ഒരു തലമുറയുണ്ടായിട്ടില്ല. തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചോണ്ട് നടന്ന കേരളത്തിലെ മണ്ണില് സ്വാമിയെ അയ്യപ്പ മാത്രം വിളിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെ ജയിലിൽ പോയി. ഭഗവത്ഗീതയിലെ 2ാമത്തെ ഇമ്പോർട്ടന്റ് ശ്ലോകം, ബന്ധനം ഒഴിവാക്കി, ഭയം ഒഴിവാക്കി, വാശി ഒഴിവാക്കി മുമ്പോട്ട് പോയതിൻ്റെ പരിണത ഫലം വീതരാഗ ഭയക്രോധ. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. ബന്ധനം ഒഴിവാക്കുക. ബന്ധനമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഭയം നിങ്ങളെ തളർത്തും. വാശി നമ്മുടെ മനസ്സിനെ വിഷസങ്കലിതമാക്കും. അതുകൊണ്ട് വാശിയില്ല, ഭയമില്ല, ബന്ധനമില്ല. പൂർണ്ണമായിട്ടും ഇല്ലാത്തതല്ല, കുറച്ചുകൊണ്ട് വരിക. ന അഭിനന്ദതി ന ദ്വേഷ്ടി. ആര് നിങ്ങളെ അഭിനന്ദിച്ചാലും ആര് നിങ്ങളെ വിമർശിച്ചാലും അതൊക്കെ ടെമ്പററിയാ, ഒന്നും പെർമനന്റ് അല്ല. അഭിനന്ദനവും പെർമനന്റ് അല്ല, അവഹേളനവും പെർമനന്റ് അല്ല. അതുകൊണ്ട് അഭിനന്ദനത്തിൽ സന്തോഷിക്കാം 5 മിനിറ്റ്, അവഹേളനത്തില് ശരിക്ക് വേദനിക്കാം 5 മിനിറ്റ്. പണ്ട് എനിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ട് ഫേസ് പേജില് എനിക്കെതിരെ 78 പച്ച തെറിയാ വന്നത്. എനിക്കെതിരെ, ഗോപാലകൃഷ്ണനെതിരെ. അതും വായിച്ച് ഞാൻ തളർന്നിരുന്നെങ്കിൽ ഈ പർളിക്കാട് ഭാഗവത സത്രത്തില് ഇത്രയും വലിയൊരു സദസ്സിന്റെ മുമ്പിൽ നിന്ന് ഈ ഭഗവത്ഗീത പറയാൻ ജഗതീശ്വരനും ഭാരതമാതാവും എന്നെ അനുവദിക്കുമായിരുന്നില്ല. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗം. അതൊക്കെ കേട്ട് തളർന്നാൽ ഒരടി മുമ്പോട്ട് വയ്ക്കാൻ സാധിക്കില്ല. ന അഭിനന്ദതി ന ദ്വേഷ്ടി. അഭിനന്ദനവും ടെമ്പററിയാണ്, അവഹേളനവും ടെമ്പററിയാണ്. അതൊന്നും പരിധിക്കപ്പുറം ആരും ഓർമ്മിക്കാനും പോണില്ല. തളർന്നാൽ ഓർമ്മിക്കും എന്നുള്ളതും മറക്കരുത്. യഥാ സംഹരതേ ചായം കുർമോങ്കാനീവ സർവശഃ. നമുക്ക് താല്പര്യമില്ലാത്തത് ഈ ലോകത്തിൽ നടക്കുകയാണെങ്കിൽ ചെവി, കണ്ണ്, നാക്ക്, ചിന്ത, മനസ്സ് പുറകോട്ട് വലിക്കുക. ഒരാമയുടെ 4 കാലും തലയും വാലും 6 എണ്ണം പുറത്ത് അബ്നോർമലായിട്ട് എന്തെങ്കിലും നടന്നാൽ ആ ആമ 6 എണ്ണം അകത്തേക്കെടുക്കും, 6 അകത്തേക്കെടുക്കും. യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടാത്തതാണ് ചിലതെങ്കിൽ നമ്മുടെ ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് പ്ലസ് മനസ്സ്. ആമയ്ക്കും 6, നമുക്കും 6. ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, മനസ്സ് 6 അകത്തേക്ക് വലിക്കുക. ആവശ്യമില്ലാതെ ടെൻഷൻ എടുക്കാതിരിക്കുക. ഇനി അഥവാ ടെൻഷൻ വരികയാണെങ്കിൽ കണ്ണടച്ച് ഇരുന്ന് കഴിഞ്ഞ 2 വർഷമായിട്ട് പറഞ്ഞതുപോലെ കണ്ണടച്ചിരുന്ന് നന്ദനം എന്ന സിനിമയിലെ കുമ്പിടിയെ കുറിച്ച് ആലോചിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സ് മാറും. എവിടെയെങ്കിലും മനസ്സ് ട്രാപ്പിലായാൽ വേറെ എവിടേക്കെങ്കിലും മനസ്സ് കൊണ്ടുപോവുക, അത് സാധിക്കും. നല്ല രസാണ്. ഒന്ന് നോക്കുക, തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയില് മരത്തിൽ കെട്ടി മോഹൻലാലിനെ ഇടുന്നുണ്ട്. എന്നിട്ട് കന്നഡയിൽ എന്തൊക്കെയോ പറയിപ്പിക്കുന്നില്ലേ? എന്താന്നുള്ളത് എനിക്കറിയാം, ഞാനിവിടെ പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഓർമ്മിക്കുക, അതൊക്കെ ഒന്ന് ചിന്തിക്കുക. ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരി മുഖം വെക്കാതിരിക്കുക, ചിരിച്ചുകൊണ്ട് ജീവിക്കുക. ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യമാം അന്ധകാരം. എത്ര കാലം ഈ ഭൂമിയിലുണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. ഇരിക്കുന്നിടത്തോളം കാലം ചങ്കൂറ്റത്തോടു കൂടി, സന്തോഷത്തോടു കൂടി ജീവിക്കുക. ആവശ്യമില്ലാത്തതിൽ കേറി പിടിച്ച് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക. സംഘാത് സഞ്ജായതേ കാമ
കാമാത് ക്രോധോഭിജായതേ. പരിധിക്കപ്പുറം ബന്ധനം വെച്ചാൽ അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷ കൂടുതലായിട്ടുണ്ടാവും. പരിധിക്കപ്പുറം ഒരാളോട് ബന്ധനമുണ്ടായാൽ അയാളെ നമുക്ക് ഉപയോഗിക്കാനും ദുരുപയോഗിക്കാനും തോന്നും. ആ പ്രതീക്ഷ അയാളിൽ ഉണ്ടാവുന്നത് അയാൾ നിറവേറ്റിയില്ലെങ്കിൽ നമുക്ക് അയാളോട് ദേഷ്യം തോന്നും. ദേഷ്യം തോന്നിയാൽ കാമാത് ക്രോധോഭിജായതേ, ക്രോധാത് ഭവതി സമ്മോഹ, കൺഫ്യൂഷൻ ഉണ്ടാവും. സമ്മോഹ സ്മൃതി വിഭ്രമ, അയാൾ നമുക്ക് വേണ്ടി ചെയ്ത നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും. സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, നമ്മുടെ വിവേകം പോലും നമ്മളെ ഉപേക്ഷിക്കും. ബുദ്ധിനാശാത് പ്രണശ്യതി. അതുകൊണ്ട് ആരോടും പരിധിക്കപ്പുറം ബന്ധനം വേണ്ട, ആരിൽ നിന്നും പരിധിക്കപ്പുറം പ്രതീക്ഷ വേണ്ട, ആരെയും പരിധിക്കപ്പുറം ഡിപ്പെൻഡ് ചെയ്യണ്ട. ആരോട് സംസാരിക്കുമ്പോഴും നമുക്ക് പരിമിതികൾ ഉള്ളതുപോലെ അവർക്കും പരിമിതികളുണ്ട്, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ടെന്നും തിരിച്ചറിയുക. അപ്പോ കുറെ പ്രവർത്തിക്കുക, അത് കഴിഞ്ഞ് നിവർത്തിക്കുക. പ്രവർത്തിച്ച് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരിക, നിവർത്തിക്കുക. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ. ഭഗവത്ഗീതയിലെ ഉജ്ജ്വലമായ 3-ാമത്തെ ശ്ലോകം. മുഖത്തൊരു ചിരി ഉണ്ടാവണം, മുഖത്തൊരു ചിരി ഉണ്ടാവണം മരണം വരെ. അത് കണ്ണൂരിലെ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തതിന്റെ ഫ്ലക്സിൽ വെക്കുന്ന ചിരി മാത്രം പോരാ, നല്ല ചിരി ഉണ്ടാവണം. ആഫ്റ്റർ ഓൾ വി ആർ നോട്ട് പെർമനന്റ് ഹിയർ. അതാ സത്യം, നമ്മളൊന്നും പെർമനന്റ് അല്ല. അപ്പൊ പരിധിക്കപ്പുറം ടെൻഷൻ എടുക്കുന്ന എന്തിനാ? അതല്ലേ സത്യം. അതുകൊണ്ട് കുറേയൊക്കെ അങ്ങനെ പോട്ടെ എന്ന് അങ്ങോട്ട് വിചാരിക്കണം. എന്നിട്ട് മുഖത്തൊരു ചിരിയോടുകൂടി ജീവിക്കുക. ആവശ്യമില്ലാത്തത് തലയിൽ നിറച്ചു വെക്കല്ലേ. ഡസ്റ്റ്ബിന്നിൽ വേസ്റ്റ് ഇടുന്ന പോലെ, ഫ്രിഡ്ജിൽ വേസ്റ്റ് സൂക്ഷിക്കുന്ന പോലെ തലച്ചോറിൽ പഴയത് കയറ്റി വെക്കാതെ ചിരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കണം. അശാന്തസ്യ കുതസുഖം. ശാന്തിയില്ലാത്തവന് എവിടെന്നാ സുഖം ഉണ്ടാവുക? മനസ്സിൽ ശാന്തിയില്ല, ഇയാൾക്ക് എവിടെന്നാ സന്തോഷവും സുഖം ഉണ്ടാവുക? എപ്പോഴും ടെൻഷനല്ലേ. അതുകൊണ്ട് ശാന്തി ഉണ്ടാവാൻ ശ്രമിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. 48 വർഷം എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് ജീവിച്ച ജഗതി ശ്രീകുമാറിന് 6 വർഷമായിട്ട് ചിരിക്കാൻ പറ്റാതെ കിടക്കുകയാണ്. നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കുമ്പോൾ, ചിരിപ്പിക്കാൻ സാധിക്കുമ്പോൾ ചിരിപ്പിക്കുക. ചിരിക്കുമ്പോഴും ഓർമ്മിക്കുക, ചിരിക്കുമ്പോ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോ കൂടെ കരയാൻ നിന്റെ മകൻ പോലും വരില്ലെന്ന് അറ്റ്ലസ് രാമചന്ദ്രനോട് ചോദിച്ചാൽ മനസ്സിലാവും. സ്വാമി എന്നോട് ആരുടെയും പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചിലരുടെ പേര് പറയാതിരുന്ന പിന്നെ എങ്ങനെയാ മനസ്സിലാവുക? അതുകൊണ്ട് ഓർമ്മിക്കുക, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്റെ നിഴല് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് അടുത്ത വരി നിർമ്മമോ നിരഹങ്കാര. 2 വാക്ക്, അതിനപ്പുറത്തുള്ളത് നോക്കണ്ട. നിർമ്മമോ നിരഹങ്കാര. എൻ്റേത് എനിക്ക് എന്ന വാക്കൊഴിവാക്കാം. ഞങ്ങളുടേത് നമുക്ക് എന്നാക്കാം. എൻ്റേത് എനിക്ക്, ഫോർ മീ ആൻഡ് ഫോർ ഐ, ഈ രണ്ടും സിംഗുലർ ഒഴിവാക്കാം, അത് പ്ലൂരലാക്കാം. ഭാരതത്തിലെ ഏത് പ്രാർത്ഥനയും ചൊല്ലുന്നത് ഒരാളാണെങ്കിലും ഉദ്ദേശിക്കുന്നത് പ്ലൂരലാ. ധിയോ യോ ന പ്രചോദയാത്, നഹ പ്രചോദയാത്. എന്താ നഹ എന്ന് പറഞ്ഞാൽ? അഹം ആവാം വയം, മാം ആവാം നൗ, അസ്മാകം നഹ, ഞങ്ങളെ. ഗായത്രി മന്ത്രം ചൊല്ലുന്നത് ഗോപാലകൃഷ്ണനാ, പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്കാ. ഭദ്രം കർണേഭി ശൃണുയാമ ദേവ, അസ്മാകം കർണേഭിഹി
ഹേ ദേവാ ഭദ്രമേവ ശൃണുയാമ. ഞങ്ങളുടെ ചെവികളിലൂടെ പ്രാർത്ഥിക്കുന്നത് ഞാനാ, പറയുന്നത് ഞങ്ങളുടെ എന്നാണ്. അതുകൊണ്ട് പ്ലൂരലാക്ക. അച്ഛന് മാത്രം ക്രെഡിറ്റ് ഇല്ല, അമ്മയ്ക്ക് മാത്രവും ക്രെഡിറ്റ് ഇല്ല, മക്കൾക്ക് മാത്രവും ക്രെഡിറ്റ് ഇല്ല, പ്രിൻസിപ്പാളിന് മാത്രം, ടീച്ചർക്ക് മാത്രം ഇല്ല. ഷെയറിംഗ്, കെയറിംഗ് ആൻഡ് ക്യൂവറിംഗ്. ഷെയറിംഗ്, കെയറിംഗ് ആൻഡ് ക്യൂവറിംഗ്. നിർമ്മമോ, നിരഹങ്കാര. മനസ്സിനെ ഒന്ന് കൂളാക്ക. ഞാൻ എന്ന ഭാവം കുറയ്ക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും സാധിക്കും. ഇതിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു എന്നൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവും. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച മെട്രോ ശ്രീധരൻ സാറിനെ കാണാൻ പോയി. അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി, ഹ്യൂമിലിറ്റി, ഒരവതാരം. അദ്ദേഹമാണ് മിനിങ്ങാന്ന് 20-ാം തീയതി വ്യാഴാഴ്ച നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ഭാരതീയ വിദ്യാവിഹാർ എന്ന സ്കൂളിൻ്റെ 2ാമത്തെ ബ്ലോക്ക് ശ്രീശങ്കര ബ്ലോക്കിന് തറക്കല്ലിട്ടത് 20-ാം തീയതി വ്യാഴാഴ്ച. എന്ത് സിംപ്ലിസിറ്റി! അദ്ദേഹത്തിന് ഒരു ശില പൂജിച്ചു കൊടുത്തത് ഗുരുവായൂർ തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാട്. അല്ല, ഗംഭീരായിരുന്നു. ഇന്നും മെട്രോ ശ്രീധരൻ സാറ് താമസിക്കുന്നത് ഓടിട്ട ഒരു പെരയിലാണ്, ഓടിട്ടൊരു ചെറിയ വീട്ടിലാണ്. അതാണ് ജീവിതം. അതുകൊണ്ട് അഹങ്കരിക്കാൻ ഒന്നുമില്ല. ഒരു പക്ഷേ എറണാകുളത്തെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തില് സദസ്സിൽ നിറഞ്ഞിരുന്ന VIP-കൾക്കിടയ്ക്ക് ആ മെട്രോ റെയിൽ ഉദ്ഘാടനം ചെയ്തപ്പോ ഒരറ്റത്ത ശ്രീധരൻ സാർ ഇരുന്നത്, ഒരറ്റത്ത്. നടുക്കൊക്കെ VIP-കള്, കളർലെസ്, ഓർഡർലെസ്, യൂസ്ലെസ് ആൻഡ് ആയിട്ടുള്ളതാ മുമ്പിലിരുന്നത്. പക്ഷേ സദസ് കൈയടിച്ചപ്പോ മെട്രോമാൻ ഡോക്ടർ ശ്രീധരൻ സാറിന്റെ മുഖം ഒന്ന് കാണേണ്ടിയിരുന്നു. അടിച്ചു പൊളിച്ചുള്ള കയ്യടിയാ. അദ്ദേഹം സ്റ്റണ്ട് അടിച്ചു. ഈ 18 എണ്ണത്തിന് മൊത്തം കിട്ടിയതിനേക്കാൾ കൂടുതൽ അവിടുത്തെ കയ്യടി കിട്ടിയത്. നിർമ്മമോ നിരഹങ്കാര. അഹങ്കാരമില്ലാതെ പ്രവർത്തിച്ചാൽ ലോക ജനതയുടെ മനസ്സിൽ നിങ്ങളുണ്ടാവും. അഹങ്കാരത്തോടുകൂടി അതേ പ്രവൃത്തി ചെയ്താൽ നിങ്ങളുടെ മനസ്സിൽ അതുണ്ടാവും, ലോകത്തിന്റെ മനസ്സിൽ അതുണ്ടാവില്ല. ധാരാളം പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഗോപാലകൃഷ്ണൻ സാറ് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? അടുത്തത് ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ, 27-ാമത്തെ പോയിന്റ്. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താമയാനക ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അറിവ് നേടി അറിവ് കൊടുത്തുകൊണ്ടു പോവുക ഒരു ദൗത്യം, ശാരീരികമായി പ്രവർത്തിച്ചു കൊണ്ടുപോവുക കർമ്മയോഗിയാവുക. ഇത്രയും ഉജ്ജ്വലമായ ഒരു ഭാഗവത സത്രം ഒരാൾ വിചാരിച്ചാൽ പറ്റില്ല, ഒരു ഡസൻ ആൾക്കാർ വിചാരിച്ചാൽ പറ്റില്ല. എത്ര പേര് അകത്തും പുറത്തും പ്രവർത്തിക്കുന്നത് കർമ്മയോഗികളായി, തിരിച്ചൊന്നും പ്രവർത്തിക്കാതെ മാനുവൽ വർക്ക് പ്ലസ് ഇന്റലക്ച്വൽ വർക്ക്. 2 ദൗത്യം. ഒന്ന് ഇന്റലക്ച്വൽ വർക്ക്, പഠിപ്പിക്കുക. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിയപ്പോ ആ മൊബൈൽ ഫോണിൽ 8 സ്പീച്ച് അപ്ലോഡ് ചെയ്തു ഞാൻ വണ്ടിക്കകത്തിരുന്ന്. അതുപോലെ നിങ്ങൾ ചെയ്യണമെന്നല്ല, നമുക്ക് ലോകത്തിൽ അറിയിക്കാനുള്ളത് അറിയിക്കാൻ ഇന്ന് മഹാവിഷ്ണുവിൻ്റെ 11ാമത്തെ അവതാരം ഉണ്ട്. ഉപയോഗിക്കുക. അറിവ് നേടി അറിവ് കൊടുക്കുന്ന കർമ്മത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ മാനുവൽ വർക്കിൽ ഏർപ്പെടുക. എനിക്ക് പ്രായമായില്ലേ ഗോപാലകൃഷ്ണ, ഇനി ഞാൻ ഒന്നിലും ഇടപെടാതെ ഇങ്ങനെ ഒരു മൂലക്കരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ കൈയില്ലാത്തൊരു കസേര എടുത്ത് അതിലിരുന്ന് ഇടത്തെ കൈയിൻ്റെ മുകളിൽ വലത്തെ കൈ വെച്ച് നേരെ നോക്കി കണ്ണടച്ച് 15 ദീർഘശ്വാസം എടുത്ത്
KR ഗൗരിയമ്മയെ ധ്യാനിക്കുക. 102 വയസ്സായി. അവരുണ്ടാക്കിയ പാർട്ടിയിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കി. പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാമി, എന്നാലും പറയാതിരിക്കാൻ നിവൃത്തില്ല. പിന്നെ ഞാൻ എന്തെന്നാ പറയുക, അവരെ തൊട്ടി കാണിക്കാൻ ഇവിടെ ഫോട്ടോ ഇല്ല. ഏതായാലും 102 വയസ്സുവരെയൊക്കെ ജീവിക്കുന്നവർ ഇപ്പോഴും പോകുന്നുണ്ട് അവിടേക്ക് ഇവിടേക്കൊക്കെ. നമുക്ക് 70 65 എനിക്ക് വയ്യ ഗോപാലകൃഷ്ണ എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് പ്രവർത്തിക്കുക. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വീണ് തീരണം. അതാ ധന്യമായ ജീവിതം. ഓർമ്മിക്കുക, 2 ദൗത്യം: പഠിച്ച് പഠിപ്പിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക. ആരുടെ കൂട്ടത്തിൽ സാധിക്കുന്നോ അവിടെ, മാതാമൃതാനന്ദമയുടെ കൂട്ടത്തിലെങ്കിൽ അവിടെ, സായിബാബയുടെ കൂട്ടത്തിലെങ്കിൽ അവിടെ, ജഗ്ഗി വാസുദേവന്റെ കൂട്ടത്തിലെങ്കിൽ അവിടെ. പിന്നെ ഇവിടത്തെ കാര്യം വരുമ്പോൾ പൂർണ്ണമായിട്ടും ഇവിടെ ഇൻവോൾവ് ആവുക. ടൈം കിട്ടുമ്പോൾ എവിടെയൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ പ്രവർത്തിക്കുക. അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് കർമ്മയോഗികൾ. അറിവ് നേടി അറിവ് കൊടുത്തുകൊണ്ടിരിക്കുക. നച്ച സന്യസനാദേവ സിദ്ധ്യം സമധികച്ചതി. ഇപ്പം ഞാൻ ഒന്നിലും ഇടപെടാറില്ല ഗോപാലകൃഷ്ണ. ഞാനായി എൻ്റെ പാടായി എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയുക. പറയല്ലേ, അങ്ങനെ ചെയ്യല്ലേ. നിങ്ങളെ കൊണ്ട് ആവശ്യമുള്ള ഈ ലോകത്തിലെ ഒത്തിരി സംഘടനകളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അവിടെ പോയി പ്രവർത്തിക്കുക, അവിടെ പോയി പ്രവർത്തിക്കുക. സന്യാസിയായി എല്ലാം ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ഗ്രേറ്റ് ആവില്ല, ഗ്രേറ്റ് ആവില്ല. എന്നുവെച്ച സന്യാസനാദേവ സിദ്ധിം സമധികച്ചതി. സിദ്ധി ഉണ്ടാവില്ല. പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നഹി കശ്ചിത് ക്ഷണമപി ജാതുത്തിഷ്ഠതി അകർമ്മകൃത്. ഈ പ്രപഞ്ചത്തിലെ ഒന്നും തന്നെ ഒരാറ്റം എടുത്താൽ അതിൻ്റെ ഇലക്ട്രോണുകൾ 2182 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ കറങ്ങുന്നു. ആ ന്യൂക്ലിയസ് സ്പിൻ ചെയ്യുന്നു, ഭൂമി കറങ്ങുന്നു, സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നു. ഓരോ ചെടിയും നോക്കുക, പഴയ ഇല താഴെ വീണ് പുതിയ ഇല, പിന്നെ പൂവ്, പിന്നെ കായ, പിന്നെ പഴം, എല്ലാം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിലെ ഒരു വൃക്ഷവും ഒരു ജന്തുവും ഒരു ഗ്രഹവും ഒരാറ്റവും റെസ്റ്റ് എടുക്കണില്ല. റെസ്റ്റ് എടുക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. എന്താ കാര്യം? വിശ്രമിച്ചതിൻ്റെ ക്ഷീണം തീരാൻ വേണ്ടി ഉറങ്ങുക, ഉറങ്ങിയതിൻ്റെ ക്ഷീണം തീരാൻ വേണ്ടി വിശ്രമിക്കുക. അങ്ങനെ 2 കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. എന്താടോ താൻ നേരത്തെ പോകുന്നത്? വൈകി വന്നതുകൊണ്ടാണ് നേരത്തെ പോകുന്നത്, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നത് കേരളീയരാണ്. അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും മറ്റുള്ളവൻ്റെ നന്മകളെ കാണാതിരിക്കാനും മറ്റുള്ളവനെ തമസ്കരിക്കാനും കേരളത്തിലെ കുറച്ച് വ്യക്തികൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെയുള്ളവരെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് അവൻ്റെ കുഴപ്പം ചൂണ്ടിക്കാണിക്കുക. എന്നിട്ടും അയാൾ മാറിയില്ലെങ്കിൽ പറയുക, പരശുരാമൻ കേരളമുണ്ടാക്കാൻ കോടാലി എടുക്കാൻ കാരണം തന്നെ പോലെയുള്ളവരുടെ കയ്യിലിരിപ്പാന്നും കൂടി പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ലോകത്തിലെ ഒരു രാജ്യവും കോടാലി എറിഞ്ഞൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അതും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചേക്കുക. ആളുടെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയിട്ട്, അല്ല പോലീസ് സപ്പോർട്ടൊക്കെ ഉള്ളവനാണെങ്കിൽ ഒന്നും പറയല്ലേ. നിയതം ഗുരുകർമ്മത്വം. ഇതൊന്ന് എൻ്റെ കൂടെ നിങ്ങൾ പറയുക. നിയതം കുരുകർമ്മത്വം, നിയതം കുരുകർമ്മത്വം, നിയതം കുരുകർമ്മത്വം. ഏറ്റെടുത്ത ദൗത്യം, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം, അത് ചെയ്യുക. ഈ ഷീറ്റില് 30ാമത്തെ പോയിന്റ്, നമ്മൾ ഏറ്റെടുത്ത ദൗത്യം അത് ഭംഗിയായിട്ട് ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, 3 വാക്കുകൾ DDS, ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റിയോട് കൂടി ഏറ്റെടുത്ത ദൗത്യം, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം, അത് ചെയ്യുക. വേറെ ഒന്നും നോക്കണ്ട. നമ്മൾ ഏറ്റെടുത്തത്, നമ്മൾ ഏൽപ്പിച്ചത്. ഭഗവത്ഗീതയിലെ ചങ്കൂറ്റമുള്ള നിർദ്ദേശം 1-ാമത്തേത് ഇത്. ഇനി വേറൊന്ന് വരുന്നുണ്ട്, നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. ഇത് നിർദ്ദേശമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, സമുജ്വലമായ 1-ാമത്തെ ശ്ലോകം
സമുജ്വലമായ രണ്ടാമത്തെ ശ്ലോകം, സമുജ്വലമായ മൂന്നാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു. ഇത് ഞാൻ നിർദ്ദേശം എന്നാ പറയുന്നത്. നിയതം കുരുകർമ്മത്വം, ഏറ്റെടുത്ത ദൗത്യം, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം അതിഗംഭീരമായിട്ട് ചെയ്യുക. തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗ, രണ്ടു വാക്ക്, മുക്തസംഗ, രണ്ടു വാക്ക്, മുക്തസംഗ. ഞാൻ ആ പ്രവൃത്തി ചെയ്താൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, എനിക്ക് അഭിനന്ദനം കിട്ടും, എനിക്ക് അവാർഡ് കിട്ടും. കിട്ടുകയാണെങ്കിൽ മേടിക്കുക. എതൃച്ഛയാ ജോപവന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയ പാർത്ത ലബന്ധേ യുദ്ധമീദൃശം. കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക. ആ അവാർഡിനും സർട്ടിഫിക്കറ്റിനും വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക. അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ അത് കിട്ടിയില്ലെങ്കിൽ ദുഃഖം വരും. അതിനു വേണ്ടി പ്രവർത്തിക്കാതിരുന്നാൽ കിട്ടിയാലും സന്തോഷം, കിട്ടിയില്ലെങ്കിൽ ദുഃഖവുമില്ലാത്ത അവസ്ഥ. മുക്തസംഗ, രണ്ടു വാക്ക്, മുക്തസംഗ സമാചര, ബന്ധനമില്ലാതെ പ്രവർത്തിക്കുക. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാ, രണ്ടു വാക്ക്, പരസ്പരം ഭാവയന്ത, രണ്ടു വാക്ക്. എല്ലാവരെയും ചേർത്ത് പ്രവർത്തിക്കുക. ഞാനാണ് നേതാവ് അല്ല, എൻ്റെ ഐഡിയയാണ് അല്ല, നമ്മളുടെ ഐഡിയ, നമ്മളാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. ആ ശബരിമലയിലെ നാമസങ്കീർത്തനം ഇത്രയും വിജയിക്കാൻ കാരണം നേതാവില്ല, കൊടിയില്ല, നമ്മുടെ കലിയുഗ വരദനെ സാക്ഷി നിർത്തി ചെയ്ത പ്രവൃത്തിയാ. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാവരെയും കൂട്ടത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. പരസ്പരം ഭാവയന്ത. എല്ലാ വ്യക്തികൾക്കും കുറവുകളുണ്ട്, എല്ലാ വ്യക്തികൾക്കും നന്മകളുമുണ്ട്. നമുക്കും കുറവുണ്ട്, നമ്മളിലും നന്മകളുണ്ട്. അപ്പോ പരസ്പരം ഷെയറിംഗ് ആൻഡ് കെയറിംഗ്. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തിതായ അഗായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥസ്സ ജീവതി. ഇത്തിരി എക്സ്പാൻഡ് ചെയ്ത് പറയാം. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും, കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അതിൻ്റെ കൂട്ടത്തില് ധർമ്മചക്രവും തിരിയും. കാലചക്രത്തോടൊപ്പം ധർമ്മചക്രവും തിരിയും. ആ ധർമ്മചക്രത്തോടൊപ്പം തിരിയാത്തവരെ കാലചക്രം അടിച്ചു തെറിപ്പിക്കും. അതാ ത്രിപുരയിൽ സംഭവിച്ചത്, അതാ ബംഗാളിൽ സംഭവിച്ചത്, അതാ മറ്റു പല സ്ഥലത്തും സംഭവിക്കാൻ പോകുന്നത്. മനസ്സിലായാൽ നന്നായി, മനസ്സിലായില്ലെങ്കിൽ അതിനേക്കാൾ നന്നായി. ഇപ്പോൾ ഓർമ്മിക്കുക, കാലചക്രം തിരിയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ധർമ്മചക്രം തിരിയും. ആ ധർമ്മചക്രത്തോടൊപ്പം എൻ്റെ മുമ്പിലുള്ളവർ തിരിഞ്ഞില്ലെങ്കിൽ കാലം നമ്മളെ അടിച്ചു തെറിപ്പിക്കും. അതിന് നിന്നു കൊടുക്കല്ലേ. കാലചക്രത്തോടൊപ്പം ധർമ്മചക്രത്തോടൊപ്പം തിരിയുക. തസ്മാത് അസക്ത സതതം, രണ്ടു വാക്ക്, അസക്ത സതതം, ബന്ധനമില്ലാതെ പ്രവർത്തിക്കുക. വളരെ കൂളായിട്ട് നടന്നു പോകണം, കൂളായിട്ട് നടന്നു പോകണം. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര, ബന്ധനമില്ലാതെ പ്രവർത്തിക്കുക. ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലാതെ, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, സിമ്പിളായിട്ടാണ്. ജീവിക്കുന്ന വ്യക്തികളില് മാതൃക നമ്മുടെ മുമ്പിലുണ്ട്, ജീവിക്കുന്ന വ്യക്തികളില് മാതൃകയുണ്ട്. ധന്യമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുക, ശ്രമിക്കുക. യദ്യത് ആചരതി ശ്രേഷ്ഠ, രണ്ടു വാക്ക്, ആചരതി ശ്രേഷ്ഠ. ഇന്ന് നമ്മുടെ മക്കൾക്ക് മാതൃക എന്ന് പറയാൻ ആരുമില്ല, നമ്മുടെ മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ ആരുമില്ല. നിങ്ങൾ മാതൃകയായി തീരുക, അമ്മയും അച്ഛനും മാതൃകയായി തീരുക. മക്കൾക്ക് തോന്നണം, ഇതുപോലൊരു അമ്മയുടെയും അച്ഛൻ്റെയും മകനായി ജനിച്ചത് പുണ്യമാണെന്ന്. അമ്മയും അച്ഛനും മക്കളോട് പറയണം, നിന്നെ പോലൊരു മകനെ, നിന്നെ പോലൊരു മകളെ കിട്ടിയത് പുണ്യമാണെന്ന്. ആ മക്കളിലെ നന്മകൾ വളർത്തുക. നിങ്ങൾ ചെയ്യാത്തത് മക്കളോട് ചെയ്യണമെന്ന് നിർബന്ധിക്കാതിരിക്കുക. നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും അവർക്ക് മാതൃകയാവട്ടെ. ഇന്ന് കേരളത്തില് മാതൃക കാണിക്കാൻ ആരുമില്ലാത്തതാണ്
ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ലെറ്റ് ourselves be an ideal model for others. യദ്യദാചരതി ശ്രേഷ്ഠ, ശ്രേഷ്ഠന്മാരാവുക. ആ ശ്രേഷ്ഠന്മാരായാൽ നിങ്ങളുടെ മുമ്പിൽ മറ്റുള്ളവർ തല കുനിക്കും, ഉറപ്പ്. തല കുനിക്കുന്നത് ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി. മക്കളുടെ മുമ്പിൽ ധന്യമായിട്ടുള്ളൊരമ്മ, ധന്യമായിട്ടുള്ളൊരച്ഛൻ ആയി തീരാൻ ഭഗവത്ഗീത നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മെ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം. അർജുന, എനിക്ക് ഈ ലോകത്തിൽ ചെയ്യാൻ ഒന്നുമില്ല, എന്നാലും ഞാൻ പ്രവർത്തിക്കാതിരിക്കുന്നില്ല. അതാണ് കൃഷ്ണൻ സ്വയം മാതൃകയായിക്കൊണ്ട് പ്രവർത്തിച്ചത്. സ്വയം മാതൃകയാണ് കൃഷ്ണൻ. കൃഷ്ണൻ പറയുന്നതേ ചെയ്തിട്ടുള്ളൂ, ചെയ്തതേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് കൃഷ്ണന്റെ മഹത്വം. ഏതായാലും കൃഷ്ണനെ അറിയാൻ സാധിക്കുന്ന ഇതുപോലൊരു സദസ്സ്, ആ കൃഷ്ണന്റെ ഡിവോഷൻ, ഡെഡിക്കേഷൻ ആൻഡ് സിൻസിയറിറ്റി എവിടെ വിശ്വരൂപം കാണിച്ചു, എന്നിട്ടും ഡൗൺ ടു എർത്ത്, അപ് ടു ദ സ്കൈ. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഗ്രേറ്റ്നെസ്? ഒരാൾ ഗ്രേറ്റ് ആണെന്ന് നമ്മൾ എപ്പോഴാ പറയുക? അയാൾ ഗ്രേറ്റ് ആയിട്ട് മലമുകളിൽ ഇരിക്കുമ്പോഴല്ല, ആവശ്യം വരുമ്പോൾ ഭൂമിയോളം താഴാനും ആവശ്യമുള്ളപ്പോൾ ആകാശത്തോളം ഉയരാനും ആർക്ക് സാധിക്കുന്നുവോ അയാളാണ് ഗ്രേറ്റ്. ഡൗൺ ടു എർത്ത്, അപ് ടു ദ സ്കൈ, അയാളാണ് ഗ്രേറ്റ്. മക്കളുടെ മുമ്പിൽ അച്ഛനും അമ്മയും ഗ്രേറ്റ് ആവണം, നോബിൾ ആവണം. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ഒരു മിനിറ്റ് പോലും വിശ്രമിച്ചിട്ടില്ല. സ്വയം രാജാവായിട്ടില്ല, മറ്റുള്ളവരെ രാജാവാക്കുക ചെയ്തത്. അതാണ് കൃഷ്ണന്റെ പ്രത്യേകത. ഒരിക്കൽ കൃഷ്ണനോട് ധർമ്മപുത്രരും അർജുനനും ഒരു അഭ്യർത്ഥന നടത്തി. കൃഷ്ണ, ഭഗവത്ഗീത നീ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് എനിക്ക് പറഞ്ഞു തന്നു. ഇപ്പൊ യുദ്ധമെല്ലാം കഴിഞ്ഞു, നമ്മൾ ഹസ്തിനപുരത്തെ രാജധാനിയില് കൊട്ടാരത്തിലിരിക്കുകയാണ്. കൃഷ്ണ, ആ ഭഗവത്ഗീത ഒന്നുകൂടി പറഞ്ഞു തന്നാൽ കൊള്ളാം. അപ്പൊ കൃഷ്ണൻ എന്താ പറഞ്ഞറിയോ? ഞാനും അവിടെ ഉണ്ടായിരുന്നു. കൃഷ്ണൻ എന്താ പറഞ്ഞറിയോ? അർജുന, അന്ന് അവിടെ വെച്ച് പറഞ്ഞതൊക്കെ നീ മറന്നുപോയതുപോലെ ഞാനും മറന്നുപോയി. ഇപ്പോ ആ ഭഗവത്ഗീതയല്ല നിനക്ക് ആവശ്യമുള്ളത്. ഇപ്പൊ നിനക്ക് ഈ രാഷ്ട്രത്തിന്റെ, ഭരണത്തിന്റെ ധന്യത നിറഞ്ഞ സന്ദേശമാണ് എന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണൻ അനുഗീത ഉപദേശിച്ചു കൊടുക്കുന്നത്. അനുഗീത ഉജ്ജ്വലമാണ്. അനുഗീത ലൈഫ് സ്കിൽ മാനേജ്മെന്റ്. BC 3140 ഇത് നടന്നത്. BC 3140 5158 വർഷങ്ങൾക്ക് മുൻപ്, 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഇന്നും ഗോപാലകൃഷ്ണൻ ഈ വരി വായിക്കുമ്പോ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോ ഒരൊറ്റ വ്യക്തി കോട്ടുവായ വിട്ടിട്ടില്ല, ഒരാൾ വാച്ച് നോക്കിയിട്ടില്ല. എന്തേ കാരണം? ഞാൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണോ? അല്ല, ഭഗവത്ഗീത എടുക്കുന്നത് കൊണ്ടാണോ? ഞാൻ എടുക്കുന്നത് കൊണ്ടല്ല. ആ ഭഗവത്ഗീതയുടെ പ്രത്യേകത അതാണ്. ആ ഭഗവത്ഗീതയ്ക്ക് തുല്യമാണ് അനുഗീത, അത്ര ഗംഭീരം തന്നെയാണ്. അതുകൊണ്ട് ഓർമ്മിക്കുക, വിദ്വാൻ യുക്ത സമാചരേ. നിങ്ങളും ഒരു വിദ്വാനെ പോലെ പ്രവർത്തിക്കുക, വിസ്ഡമുള്ള വൈസ്മാനെ പോലെ. ഇന്റലിജന്റ് മാൻ അല്ല, വൈസ്മാനെ പോലെ പ്രവർത്തിക്കുക. വിദ്വാൻ യുക്ത സമാചരേ. ഇന്ന് നമ്മളെ ഭരിക്കുന്ന ചിലർക്കൊക്കെ പുറത്തുള്ള ഡ്രസ്സല്ല കാണേണ്ടത്, വേറെ ചിലതാ. അവരാ കസേരയിൽ ഇരിക്കുമ്പോഴാ നാടിന് അപമാനമാവുന്നത്. അതുകൊണ്ട് ഇരിക്കുന്ന കസേരയുടെ നന്മ നോക്കി വേണം വാക്കുകൾ ഉപയോഗിക്കാൻ. പ്രവർത്തിക്കാൻ സാധിക്കില്ലെങ്കിൽ ഇറങ്ങി പുറത്തേക്ക് വരണം. വിദ്വാൻ യുക്ത സമാചരേ. ഒരു വിദ്വാനെ പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുക, വിദ്വാന്റെ വീക്ഷണം നിലനിർത്തുക, വിദ്വാനെ പോലെ പ്രവർത്തിക്കുക,
വിദ്വാനെ പോലെ ബോഡി ലാംഗ്വേജ് നിലനിർത്താം. വിദ്വാനെ പോലെ ലോവർ ദ ഇന്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയർ ഈസ് ദ പെനിട്രേഷൻ പവർ. ശബ്ദം താഴ്ത്തി സംസാരിക്കുക. ഇപ്പൊ കൂട്ടി സംസാരിക്കുന്നത് നിങ്ങളുടെ ചെവി കൂടെ ഭഗവത്ഗീത പോയാ പോരാ, നെഞ്ചത്ത് കൂടെ പോകണം. അതുകൊണ്ടാണ് ഞാൻ ഉറക്കെ പറയുന്നത്. അതുകൊണ്ട് വിദ്വാൻ യുക്ത സമാചരേ. അടുത്ത 2 വാക്ക് നിരാശീർ നിർമ്മമോ. 2 വാക്ക് അടുത്തത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ, വേണ്ട. നിരാശീർ, പരിധിക്കപ്പുറം ഒന്നിലും പ്രതീക്ഷ വെക്കാതിരിക്കുക. പരിധിക്കപ്പുറം ഒന്നിലും പ്രതീക്ഷ വെക്കാതിരിക്കുക. നിരാശീർ. നിർമ്മമോ, എൻ്റേത് എന്ന അഹങ്കാര വീക്ഷണം വെച്ച് പുലർത്താതിരിക്കുക. നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വര. അതാണ് മുഴുവനും വരി. പ്രതീക്ഷയ്ക്കപ്പുറം നമ്മൾ പലതും ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരുന്നാൽ ചില സ്ഥലത്ത് കാല് തെറ്റി വീണോന്ന് വരും. അപ്പോൾ ഉള്ള വേദന കൂടുതലാണ്. നിരാശീർ നിർമ്മമോ 2 വാക്ക്. രാഗദ്വേഷൗ 2 വാക്ക്. രാഗം അത് ബന്ധനം, ദ്വേഷം വാശി, അത് 2 ഒഴിവാക്ക. 2 വാക്ക്. രാഗദ്വേഷൗ, ബന്ധനം ഒഴിവാക്ക, വാശി ഒഴിവാക്ക. സ്വധർമ്മേ നിധനം 2 വാക്ക്. അവനവന്റെ ധർമ്മത്തിൽ നിലനിൽക്കുക. അവനവന്റെ ധർമ്മം, ഭാര്യ ഭാര്യയുടെ ധർമ്മം, ഭർത്താവ് ഭർത്താവിന്റെ ധർമ്മം. ഞാൻ നേരത്തെ പറഞ്ഞതാ, ആ ധർമ്മത്തിൽ നമ്മൾ നിലനിന്നു എന്ന് വിചാരിക്കുക. എന്ത് രസകരമായ ജീവിതമാണ്. നമിക്കിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമ്മുടെ സ്വർഗവും നരകവും ഒന്നും ആകാശത്തുള്ള ഒരു ദൈവവും തരില്ല. ഒരു ദൈവവും നമുക്ക് തരില്ല. അത് നമ്മുടെ തന്നെ സൃഷ്ടിയാ. ഫോർ എവറി ഗുഡ് ആക്ഷൻ there is an equal and opposite good reaction. For every bad action there is an equal and opposite bad reaction. അതാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ താൻ താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. 2 വാക്ക്. കാമയേഷ ക്രോധയേഷ. കാമം ക്രോധം. കാമം അത്യാഗ്രഹം, ക്രോധം വാശി. ഇത് 2 ഒഴിവാക്ക. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മ വിദ്യേന മിഹ വൈരിണം. അമ്പലത്തിൽ പോയിട്ട് ശത്രുസംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തണ എന്തിനറിയോ? പുറത്തുള്ളവനെ കുത്തുവാള എടുപ്പിക്കാനല്ല, അകത്തുള്ള ശത്രുവിനെ ഇല്ലാതെയാക്കാനാ. ഈ 2 ശത്രുവാണ് നമ്മളിലുള്ളത്. ഇപ്പൊ നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ ഉറപ്പാ നിങ്ങളിൽ അതില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, രാഗദ്വേഷം, ബന്ധനം ഒഴിവാക്കുക, വാശി ഒഴിവാക്കുക. അതുപോലെ കാമയേഷ ക്രോധയേഷ, അതും മറ്റേ അർത്ഥം തന്നെയാണ്. അത്യാഗ്രഹം ഒഴിവാക്കുക, വാശി ഒഴിവാക്കുക. ഇന്ദ്രിയാണി മനോബുദ്ധിർ തസ്യ അധിഷ്ഠാനമുച്യതേ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക, ബുദ്ധിയെ നിയന്ത്രിക്കുക. ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ഗോപാലകൃഷ്ണൻ സാറേ എന്ന് പറയല്ലേ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് 6-ാം തമ്പുരാനിലെ മോഹൻലാൽ പറഞ്ഞ മാതിരി ചുമ്മാ അങ്ങോട്ട് ചെയ്തുകൊണ്ട് പോവുക. ഇത് ബുദ്ധിമുട്ടാണെന്ന് ധരിച്ചാൽ ലോകത്തിലെല്ലാം ബുദ്ധിമുട്ടാ. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. എനിക്ക് അത്യാവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയില്ല. എനിക്ക് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല എങ്കിൽ ഞാൻ ഇൻവോൾവ് ചെയ്യില്ല. നമ്മൾ ഭംഗിയായിട്ട് ജീവിച്ചുകൊണ്ട് പോവുക. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക, ബുദ്ധിയെ നിയന്ത്രിക്കുക. ഒന്നുകൂടി മാറ്റി പറയാം, ഇന്ദ്രിയങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുക, ബുദ്ധിക്ക് മാർഗനിർദ്ദേശം നൽകുക, അതുപോലെ തന്നെ മനസ്സിന് മാർഗനിർദ്ദേശം നൽകുക. നിയന്ത്രിക്കുക എന്ന വാക്കിനേക്കാൾ, കൺട്രോളിങ് എന്ന വാക്കിനേക്കാൾ നല്ലത് ഗൈഡിങ്. ഗൈഡിങ് യുവർ മൈൻഡ്, ഗൈഡിങ് യുവർ വിസ്ഡം, ഗൈഡിങ് യുവർ ഓർഗൻസ്, സെൻസറി ആൻഡ് ഫങ്ഷണൽ ഓർഗൻസ്. ചിരിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കട്ടെ. തസ്മാത്
ഇന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ. ആദ്യം നിയന്ത്രിക്കേണ്ടത് ഇന്ദ്രിയങ്ങളെയാണ്. അതാ പുറത്തുള്ളവർ കാണുന്നത്. ഇന്ദ്രിയങ്ങളെ, കയ്യ്, കാല്, നാക്ക്, കണ്ണ്, അതിനൊക്കെ നിയന്ത്രിക്കുക. പിന്നെ ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, അതൊക്കെ നിയന്ത്രിക്കുക. അത് തസ്മാത് ത്വം ഇന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ. അല്ലയോ അർജുന, ഇന്ദ്രിയങ്ങളാണ് പുറത്തുള്ളവർ പെട്ടെന്ന് കാണുന്നത്. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കുക. ജഹി ശത്രുൻ മഹാബാഹോ, അകത്തുള്ള ശത്രുക്കളെ ജയിക്കുക. എന്നിട്ട് വേണം പുറത്തുള്ള ശത്രുക്കളെ ജയിക്കാൻ. അകത്ത് ശത്രുക്കളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഭർത്താവ് പെരുമാറണം, ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ഭാര്യ പെരുമാറണം, ഞങ്ങൾ പറയുന്ന പോലെ മക്കൾ പെരുമാറണം, മക്കൾക്ക് ഇഷ്ടം മാതിരി പെരുമാറാൻ സ്വാതന്ത്ര്യം ഇല്ല എന്ന് ധരിക്കുന്ന അമ്മയും അച്ഛനും ഉണ്ട്. തെറ്റ്. അമ്മയും അച്ഛനും തന്നെത്താനെ ആ മക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഒരു മകനും മകളും പറഞ്ഞിട്ടില്ല എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് ഓർമ്മിക്കുക, മക്കൾക്ക് ബിഹേവ് ചെയ്യാനും മിസ്ബിഹേവ് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. അമ്മയ്ക്കും അച്ഛനും മിസ്ബിഹേവ് ചെയ്യാൻ സ്വാതന്ത്ര്യം ഇല്ല. ഹയർ യുവർ പൊസിഷൻ, ലോവർ ഈസ് യുവർ ഫ്രീഡം. ലോവർ യുവർ പൊസിഷൻ, ഹയർ ഈസ് യുവർ ഫ്രീഡം. എന്ത് നല്ല വരികളാ. അതുകൊണ്ട് ഓർമ്മിക്കുക, ജഹി ശത്രുൻ മഹാബാഹോ. വാശി, പക, വിദ്വേഷം, അസൂയ, കുശുമ്പ്, കുനിഷ്ട്, പരദൂഷണം, പാരവെപ്പ്, കാലുവാരല്, കുന്നായ്മ 10 എണ്ണാണ്. അഷ്ടചൂർണം അല്ല, ദശചൂർണം. അകത്ത് തന്നെ ഉണ്ട്. കഴിയുന്നത്രയും കുറയ്ക്കുക. എന്നിട്ട് ചുമ്മാ അങ്ങോട്ട് നടന്നു പോവുക. പിന്നെയും മനസ്സിനകത്ത് വാശി, പക തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടുക. ചുമ്മാ ഒരു പാട്ട് പാടുക. മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ, എവിടെ നിന്നെത്തിയെന്നറിയില്ല, എങ്ങോട്ടാണ് യാത്രയെന്നും അറിയില്ല. സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു. ജീവിതം അതു ജീവിതം. എന്ത് രസ. ഇതിങ്ങനെ പാടിക്കൊണ്ട് ഉപ്പില്ലാത്ത സാമ്പാർ കഴിച്ച് ചോറ് കഴിച്ച് നോക്കുക. നിങ്ങൾ ഉപ്പില്ലെന്ന് പോലും അറിയില്ല. ഇത് ഉപ്പ് തന്നെ ചിന്തിച്ചുകൊണ്ട് തിന്നുമ്പോഴാ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. ചുമ്മാ അങ്ങോട്ട് ജീവിച്ചു പോവുക. ഇത്രയൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഇന്നലെ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്താ? പെട്ടെന്ന് പറയാമോ? ഇവിടുത്തെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, അത് സ്ഥിരമായിട്ടുള്ളതാണ്. ഞാൻ വീട്ടിലെ ആണെങ്കിലുള്ള കാര്യം പറഞ്ഞതാ. അപ്പോൾ നമ്മൾ ഓർമ്മിക്കില്ല. ഭക്ഷണം കഴിച്ചാൽ കഴിഞ്ഞു. പിന്നെ വി ആർ ഫർഗീവിങ് ആൻഡ് ഫർഗെറ്റിംഗ് ആൻഡ് ഗോയിങ് അഹെഡ്. അതുകൊണ്ട് ഓർമ്മിക്കുക, നമ്മുടെ ജീവിതത്തിൽ അകത്തുള്ള നെഗറ്റീവുകളെ വിജയിക്കുക. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എല്ലായിടത്തും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ ക്ലോക്ക് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഓർമ്മിക്കുക, 2 ചക്രമുള്ള കാളവണ്ടി 1 മണിക്കൂറിൽ 10 കിലോമീറ്റർ പോകുമെങ്കിൽ 1 ചക്രമുള്ള കാളവണ്ടി 1 മണിക്കൂറിൽ എത്ര ദൂരം പോവും? അത് പോവില്ല. അവിടെയാ ഭഗവത്ഗീത വരിക. 1 ചക്രം നിങ്ങളാണെങ്കിൽ മറ്റേ ചക്രം പ്രകൃതിയായിട്ട് വരും. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. താൻ പാതി ദൈവം പാതി. അപ്പൊ 2ാമത്തെ ചക്രം പ്രകൃതി ആവുന്നത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ട് ധാർമ്മികമായിട്ട് ജീവിക്കുക. കൈക്കൂലി വാങ്ങിക്കരുത്. ആര് നിങ്ങൾക്ക് കൈക്കൂലി തന്നാലും തലയിൽ ഉഴിഞ്ഞ് മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞല്ലാണ്ട് നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് ലോകത്തിൽ ആരും കൈക്കൂലി തരില്ല നിങ്ങൾക്ക്. മദ്യപിക്കരുത്, കൈക്കൂലി വാങ്ങിക്കരുത്. അതുപോലെ കൊലവിളിച്ച ചോരയും ഇറച്ചിയും നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവരുത്. ഡെഡ് ബോഡി കഴിച്ച് ജീവനുള്ള ഈ ശരീരത്തെ വളർത്തരുത്. 3 കാര്യം. കൈക്കൂലി ഒഴിവാക്കുക, അതുപോലെ തന്നെ മദ്യം ഒഴിവാക്കുക, മാംസാഹാരം ഒഴിവാക്കുക. എന്നിട്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. ത്യക്ത്വാ കർമ്മബലാസംഗം നിത്യതൃപ്തോ നിരാശ്രയ. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിൽ നിന്ന് അവാർഡും റിവാർഡും കിട്ടുമെന്നുള്ള ആഗ്രഹങ്ങൾ ഒഴിവാക്കുക. എതൃച്ഛാ ലാഭസന്തുഷ്ടോ. യാദൃച്ഛികമായിട്ട് എന്ത് ലഭിച്ചാലും അത് സ്വീകരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. നഹി ജ്ഞാനേന സദൃശം
പവിത്രമിഹ വിദ്യതേ. നല്ല അറിവ് നേടുക, അറിവ് നേടി മുമ്പോട്ട് പോവുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഗോപാലകൃഷ്ണനാണ്. 6000 സ്പീച്ച് ഡയറക്ട്ലി, 2800 പബ്ലിക് സ്പീച്ച് ഡയറക്ട്ലി, ഏതാണ്ട് 8500 സ്പീച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അത് പഠിക്കാൻ എല്ലാം അതിലുണ്ട്. ഏതെങ്കിലും സംശയം വരുമ്പോൾ അപ്പം മൊബൈൽ ഫോൺ കറക്കി കണ്ണിൽ മുമ്പിൽ കാണുന്നവരോട് വിളിച്ച് ചോദിക്കാതെ ആ സംശയത്തിന് ഉത്തരം തന്നെത്താനെ കണ്ടുപിടിക്കുക. അത് പഠിക്കാനുള്ള ഒരു വഴി കൂടിയാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയോടുകൂടി പഠിക്കുക, തീർച്ചയായിട്ടും അറിവ് ലഭിക്കും. 51 അജ്ഞശ്ച അശ്രദ്ധദാനശ്ച സംശയാത്മാ വിനശ്യതി. അറിവില്ലാത്തവന്റെ അടുത്ത് പഠിക്കാൻ ചെല്ലരുത്. അജ്ഞശ്ച അറിവില്ലാത്തവന്റെ അടുത്ത് പഠിക്കാൻ ചെല്ലരുത്. അശ്രദ്ധദാനശ്ച ശ്രദ്ധയില്ലാത്തവനെ പഠിപ്പിക്കാൻ ചെല്ലരുത്. സംശയാത്മാ എല്ലാത്തിലും സംശയിക്കുന്നവന്റെ കൂട്ടുകൂടരുത്. 3 കാര്യം. അറിവില്ലാത്തവന്റെ അടുത്ത് പഠിക്കാൻ ചെല്ലരുത്, ശ്രദ്ധയില്ലാത്തവനെ പഠിപ്പിക്കാൻ ചെല്ലരുത്, എല്ലാത്തിലും സംശയിക്കുന്നവന്റെ കൂട്ടുകൂടാൻ ശ്രമിക്കരുത്. ഇതിൽ കൂടുതൽ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നോട്ട് തരരുതെന്ന് നിർത്താനായിട്ട്. അതുകൊണ്ട് ഒരു വരി കൂടി പറഞ്ഞു നിർത്താം. യത് സാങ്ക്യൈ പ്രാപ്യതേ സ്ഥാനം തദ് യോഗൈരപി. അറിവ് നേടി അറിവ് കൊടുത്താലേ ജീവിതം ധന്യമാവൂ എന്ന് വിചാരിക്കല്ലേ. ആ ജ്ഞാനയോഗം എത്രത്തോളം നിങ്ങളെ ധന്യമാക്കുന്നോ അത്ര തന്നെ കർമ്മയോഗം നിങ്ങളെ ധന്യമാക്കും. ജ്ഞാനിയായാലേ ധന്യനാവുള്ളൂ എന്നില്ല, കർമ്മിയായാലുമാകും. ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യത്തിൽ ഞാൻ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ സാധിക്കുമെങ്കിൽ ഒരു 2.5 മണിക്കൂർ തരണം. ഇതുമാതിരിയുള്ള ഒരു സദസ്സിൽ ഈ സമയം നോക്കി കൃത്യം പറയുമ്പോൾ പകുതി ഹോംവർക്കായിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്, ബാക്കി പകുതി നിങ്ങൾ ഹോംവർക്കായിട്ട് പഠിക്കാം. കാരണം ഇതുമാതിരിയുള്ളൊരു സദസ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നവൻ്റെ ജഗതീശ്വരൻ തരുന്ന പുണ്യമാണ്. പലപ്പോഴും ഇതുമാതിരിയുള്ള ക്ലാസ് ഇവിടെയും ചെറുകോൽപ്പുഴയിലും അതുപോലെ ഭാഗവത സത്രങ്ങളിലും 3 സ്ഥലത്താണ് അവിസ്മരണീയമായ അനുഭവം ഉണ്ടാവുക. ആ ക്ലാസ് കഴിയുമ്പോൾ അഹം എന്ന സിനിമയിലെ മോഹൻലാൽ നടക്കുമ്പോൾ പുറകിൽ പാടുന്നൊരു പാട്ടുണ്ട്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, പാതിമെയ്യായ മാതാവിനോ പാതിമെയ്യായ പിതാവിനോ 10 മാസം ചുമന്നെന്നെ ഞാനാക്കി മാറ്റിയ ഗർഭപാത്രത്തിനോ എന്നെ ഈ പ്രഭാഷണത്തിന് ക്ഷണിച്ചവരോടോ എൻ്റെ മുമ്പിൽ ഇത്രയും ശ്രദ്ധയോട് കൂടി ഇരുന്നവരോടും എനിക്കറിഞ്ഞൂടാ. നന്ദിയുണ്ട്. സമയം നിഷ്ഠയുള്ളത് കൊണ്ട് അതിക്രമിച്ച് കിടക്കുന്നില്ല. 10 സെക്കൻഡ് ഒരു പ്രാർത്ഥന ഒരുമിച്ച് ഞാൻ ചൊല്ലി ഇരുന്നുകൊണ്ട്. ഓം ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന മഹാ തേജസ്സേ, നിന്നെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വന്ന് ജീവിതം ആസ്വദിക്കാൻ അവസരം നൽകിയ മാതാപിതാക്കളെ, പിതൃക്കളെ, നിങ്ങളെ സ്മരിച്ചുകൊണ്ട് ഈ സമുജ്വലമായ ഭാരതീയ പൈതൃകം ലോക ജനതയ്ക്ക് സമർപ്പിച്ച ഋഷീശ്വരന്മാരെ, യോഗീശ്വരന്മാരെ, നിങ്ങളെ സ്മരിച്ചുകൊണ്ട് ഞങ്ങളിൽ ഓരോരുത്തരുടെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യമേ, നിന്നെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യവും 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 ഞങ്ങളുടെ പ്രണാമം, പ്രണാമം, പ്രണാമം. എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥന ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും
ഭാരതമാതാവും ഋഷീശ്വരന്മാരും ഈ പ്രപഞ്ച ചൈതന്യവും ഇവിടെ ഇരിക്കുന്നവരും ഇവിടെ പ്രവർത്തിക്കുന്നവരും അവരുടെ കുടുംബാംഗങ്ങൾക്കും നൽകട്ടെ എന്ന് ഈ ജന്മം ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ നിർദ്ദേശിച്ച എൻ്റെ പിതാവിനെ സ്മരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നുമെന്നും നന്മ വരട്ടെ. പ്രണാമം. നമസ്കാരം. നമസ്കാരം.